ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് എക്സാമിനേഷന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും മികച്ച നിലവാരം പുലർത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ എക്സാമിനേഷന് ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിനേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ അതേ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നും ചോദിച്ചത്. തീർച്ചയായും പബ്ലിക് എക്സാമിനേഷനും ഇതേ നിലവാരം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ മികച്ച തയ്യാറെടുപ്പോടുകൂടി സബ്ജക്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ മികച്ച സ്കോർ പബ്ലിക് എക്സാമിനേഷന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും +1 ഇംപ്രൂവ്മെന്റ് മാത്തമാറ്റിക്സ് സബ്ജക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളും ഇതൊരു മുന്നറിയിപ്പായി കണക്കാക്കാം. സബ്ജക്ട് മനസ്സിലാക്കി പഠിക്കുക എന്നത് മാത്രമാണ് മികച്ച സ്കോർ കണ്ടെത്താനുള്ള ഏക പോംവഴി. ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ പോലും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എല്ലാം സിലബസിനുള്ളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ സബ്ജക്ട് മനസ്സിലാക്കി പഠിച്ചവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെയാണ് ഇന്ന് ചോദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വിക്ക് റിവ്യൂ. Question number 1. Consider the relation R equal to ordered pair x, y such that x into y equal to 4, where x, y element of integers. Find the domain, range and എന്താണ് number of elements in the relation. ഇവിടെ ഇൻഡിജേഴ്സിലാണ് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് എക്സും ഇൻഡിജർ ആണ്, വൈയും ഇൻഡിജർ ആണ്. രണ്ട് ഇൻഡിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടാനുള്ള പോസിബിലിറ്റീസ് നിങ്ങൾക്കറിയാം. എക്സ് -4 y -1 മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. അപ്പോൾ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ -4, -1. മറ്റൊന്ന് നേരെ തിരിച്ചുള്ളതാണ്. അപ്പോൾ -1, -4. മറ്റൊന്ന് -2 മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. ഇനി 2, 2. മറ്റൊന്ന് 1, 4. അത് തിരിച്ചെഴുതുമ്പോൾ 4, 1. ഇങ്ങനെ 6 എലമെന്റ്സ് ആണ് ഈ റിലേഷനകത്ത് വരുന്നത്. രണ്ട് ഇൻഡിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടാനുള്ള പോസിബിലിറ്റീസ് അത് ഓർഡേർഡ് പെയർ ആക്കി എഴുതുക. കഴിഞ്ഞു. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിലേഷനിലെ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ് -4, -2, -1, 1. സെക്കൻഡ് എലമെന്റിന്റെ സെറ്റ് അതാണ് റേഞ്ച്. അതും -1, -2, -4, 4 എന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ആംഗിൾ AOB എന്ന് പറയുന്നത് 150 ഡിഗ്രി. അത് റേഡിയൻ മെഷറിലോട്ട് കൺവെർട്ട് ചെയ്യുക. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 5π/6. ഇത് ഒരു യൂണിറ്റ് സർക്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യൂണിറ്റ് സർക്കിളിലെ ഒരു ജനറൽ പോയിന്റ് തന്നാൽ ആ പോയിന്റ് എന്താണ്? cos θ, sin θ. അപ്പൊ ക്യാപിറ്റൽ B എന്ന് പറയുന്നത് cos θ, sin θ. ഇവിടെ θ 150 ഡിഗ്രി ആണ്. സോ B എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്താണ്? cos 150, sin 150. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ -√3/2, 1/2 എന്ന് കിട്ടും. അല്ലെങ്കിൽ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തും ആൻസറിലേക്ക് എത്താം. നെക്സ്റ്റ്, അസോസിയേഷൻ എന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച് എത്ര അറേഞ്ച്മെന്റ്സ് നടത്താം? അല്ലെ, സം ഒബ്ജക്ട്സ് ആർ റിപ്പീറ്റഡ്. ഫോർമുല നിങ്ങൾക്കറിയാം, n ഫാക്ടോറിയൽ ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു p3 ഫാക്ടോറിയൽ. ഹിയർ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് 11 ആണ്. സോ 11 ഫാക്ടോറിയൽ ബൈ ഇവിടെ a എന്ന ലെറ്റർ 2 പ്രാവശ്യം, അതാണ് 2 ഫാക്ടോറിയൽ. s 2 പ്രാവശ്യം 2 ഫാക്ടോറിയൽ. അടുത്ത i 2 പ്രാവശ്യം 2 ഫാക്ടോറിയൽ. o 2 പ്രാവശ്യം 2 ഫാക്ടോറിയൽ. ഇത്രയും എഴുതിയാൽ മതി ഒരു മാർക്ക് കിട്ടാൻ. നെക്സ്റ്റ്, ഹൗ മെനി ഓഫ് ദീസ് വേർഡ്സ് ഹാവ് ഓൾ വവൽസ് ടുഗദർ? ഈ വേർഡിലെ വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്? വവൽസ് ഒരുമിച്ച് ഒരു ബോക്സിനകത്ത് ഞാൻ എഴുതി. റിമൈനിങ് ലെറ്റേഴ്സ് ഇവിടെയും എഴുതി. നൗ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട് ഇത് ഒന്നായിട്ട് എടുക്കുക. ഇത് ഒരുമിച്ചാണ് വരേണ്ടത്. 1, 2, 3, 4, 5, 6. സോ 6 ഫാക്ടോറിയൽ ബൈ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നത് ബോക്സിന് പുറത്ത് അത് s മാത്രം 2 ടൈംസ്. അപ്പൊ 2 ഫാക്ടോറിയൽ ഇൻടു ഇനി ബോക്സിനുള്ളിൽ ഉള്ളതിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? നമ്പർ ഓഫ് ഒബ്ജക്റ്റ് 1, 2, 3, 4, 5, 6. അതാണ് 6 ഫാക്ടോറിയൽ ബൈ ബോക്സിനകത്ത് a 2 പ്രാവശ്യം, അതാണ് 2 ഫാക്ടോറിയൽ. i 2 പ്രാവശ്യം 2 ഫാക്ടോറിയൽ. o 2 പ്രാവശ്യം 2 ഫാക്ടോറിയൽ, വിച്ച് ഈസ് ദ റിക്വയർഡ് ആൻസർ. നെക്സ്റ്റ്, എക്സ്പാൻഡ് x plus 1/x the whole raised to 6. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുന്നത്. ഇവിടെ സെക്കൻഡ് പാർട്ട്, റൈറ്റ് ദ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് x. ഇതിൽ x ഇല്ലാത്ത ടേം അതാണ് 20. ആൻസർ എന്താണ്? 20. ക്വസ്റ്റ്യൻ നമ്പർ 5. Write equation of a line passing through 2, 0 and parallel to y-axis. Equation of a line parallel to y-axis എന്ന് പറഞ്ഞാൽ x equal to distance. ആ ഡിസ്റ്റൻസ് അതാണ് 2 ആണ്. സോ ആൻസർ x is equal to 2. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ. ചില ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുള്ളതുണ്ട് കേട്ടോ. ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -1, 1 ഫ്രം ദ ലൈൻ ദിസ് വൺ. അപ്പോൾ ഇതിനെ ആദ്യം എക്സ്പാൻഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 65/13, ആൻസർ 5 എന്ന് കിട്ടും.
അടുത്തതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എലിപ്സ് തന്നിട്ടുണ്ട് x²/36 പ്ലസ് y²/16 = 1. ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. അതിന്റെ ഫോക്കൈ കാണുക, വെർട്ടിസസ് കാണുക. സോ a² 36, b² 16, c² a² - b² 20 എന്ന് കിട്ടും. ഫോക്കൈ കാണുന്ന ഫോർമുല +or-c, 0. സോ +or-√20, 0. വെർട്ടിസസ് കാണുന്ന ഫോർമുല +or-a, 0, +or-6, 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 32/6 എന്ന് കിട്ടും. എക്സെൻട്രിസിറ്റി √20/6 എന്ന് കിട്ടും. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3,6,4 ഫ്രം xy പ്ലെയിൻ. ഒരു പോയിന്റ് xy പ്ലെയിനിലാണെങ്കിൽ അതിന്റെ z കോർഡിനേറ്റ് 0. അപ്പോൾ xy പ്ലെയിനിലെ പോയിന്റ് എന്താണ്? z കോർഡിനേറ്റ് 0. x കോർഡിനേറ്റും y കോർഡിനേറ്റും ഈ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് കണ്ടാൽ മതി. ആൻസർ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഷോർട്ട് കട്ട് ഉണ്ട്. ഒരു പോയിന്റ് എന്നിട്ട് ഡിസ്റ്റൻസ് ഫ്രം xy പ്ലെയിൻ എന്ന് ചോദിച്ചാൽ ആൻസർ അതിന്റെ z കോർഡിനേറ്റ് ആയിരിക്കും. ആൻസർ 4. അങ്ങനെയും ചെയ്യാം. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ ദ വെർട്ടിസസ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഇത് എ, ഇത് ബി, ഇത് സി എന്ന് എടുക്കുക. എ ബി കാണുക, ബി സി കാണുക, എ സി കാണുക. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് എഴുതാം. കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ലിമിറ്റ് x ടെൻഡിങ് ടു 2 x⁻n - 2n by x - 2 = 80. ഫൈൻഡ് n. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് n × a⁻n - 1 = 80. n × a എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ. 2⁻n - 1 = 80യെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 5 × 2⁴ അത് 16 ആണ്. 16 × 5 80 അല്ലേ? ഇങ്ങനെ എഴുതാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ n = എന്ത് കിട്ടും? 5. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x ടെൻഡിങ് ടു 0 sin πx by x into cos 2x. ഇതിനെ എങ്ങനെ എഴുതണം? ലിമിറ്റ് x ടെൻഡിങ് ടു 0 sin πx by x into ലിമിറ്റ് x ടെൻഡിങ് ടു 0 1/cos 2x. ഈ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യാണ്. sin πx by x into 1/cos 2x എന്നിട്ട് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ആദ്യത്തെ ഇവിടുത്തെ വാല്യൂ എന്നാണ് πx. അതേ സാധനം താഴെ വരണം. അപ്പോൾ πx കൊടുത്തു, അതായത് x ഉണ്ട്, ഒരു π കൊടുത്തു. അപ്പോൾ π മേളിലും കൊടുക്കുക. ഇനി ഇതിന്റെ വാല്യൂ എന്താണ്? 1. 1 × π എന്താണ്? π എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ x-ന് 0 കൊടുത്താൽ cos 0 1 ആണല്ലോ, 1 എന്ന് കിട്ടും. 1 × π ആൻസർ എന്താണ്? π എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9, 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് 4 എലമെന്റ്സ്. നമ്പർ ഓഫ് സബ്സെറ്റ് കാണുന്ന ഫോർമുല 2/n. അപ്പൊ 2/4 16. അതിൽ നിന്ന് 1 കുറച്ചാൽ പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം കിട്ടും. ആൻസർ 15. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന ഈ വേർഡിലെ ലെറ്റേഴ്സ് അത് കോമയിട്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ എ റോസ്റ്റർ ഫോമിൽ കിട്ടും. ഫിസിക്സ് അതിലെ ലെറ്റേഴ്സ് കോമയിട്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ ബി കിട്ടും. എ യൂണിയൻ ബി എഴുതുക, എ ഇന്റർസെക്ഷൻ ബി എഴുതുക, a - b എഴുതുക. കുറച്ച് ലെങ്തി ആണെങ്കിലും വളരെ ഈസിയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ശരിയാണെന്ന് വെരിഫൈ ചെയ്യുക. നിങ്ങൾക്കറിയാം എല്ലാ കുട്ടികളും ആൻസർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാനാണ് സാധ്യത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ്. 4 ഗ്രാഫ് തന്നിട്ടുണ്ട്. ആദ്യം വിച്ച് അല്ലേ? ക്ലാരിറ്റി കുറവാണെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വിച്ച് എമംഗ് ഡസന്റ് റെപ്രസെന്റ് എ ഫംഗ്ഷൻ. ഇതിൽ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? ഈ സി, ഓപ്ഷൻ സി ആണ്. ഇത് y² = 4ax. ഇവിടെ 1 എന്ന് പറയുന്നതിന് ഇവിടെയും ഒരു ഇമേജ് ഉണ്ട്, താഴെ ഒരു ഇമേജ് ഉണ്ട്. ഒന്നെന്ന പോയിന്റിൽ ഒന്നിൽ കൂടുതൽ ഇമേജ് പോകുന്നു. therefore this is not a function. ഓപ്ഷൻ സി. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഗ്രാഫ് ഇൻ എ. എ എന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫാണ്. അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R, റേഞ്ച് -1, 0, 1. റൈറ്റ് ഇക്വേഷൻ ഇൻ വിച്ച് ഗ്രാഫ് ബി റെപ്രസെന്റ് അല്ലെ? ഗ്രാഫ് ബി എന്ന് പറയുന്നത് ഈ സാധനം അല്ലെ? വേവ് ഫംഗ്ഷൻ. x 0 ആകുമ്പോൾ 0, x π/2 ആകുമ്പോൾ 1 ആണ്, π ആകുമ്പോൾ 0. ഇത് sin x ന്റെ ഗ്രാഫ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ ആൻസർ എന്താണ്? sin x എന്ന് എഴുതുക. നെക്സ്റ്റ് z = 1 + 2i. ഫൈൻഡ് മോഡുലസ് ഓഫ് z the whole square. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ 5 എന്ന് കിട്ടും. അടുത്ത സെയിം ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ളതാണ്. 1 + i/1 - i. അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ 0 + i എന്ന് കിട്ടും. റിയൽ പാർട്ട് 0 എന്ന് കിട്ടും. അടുത്ത മോഡ് z = മോഡുലസ് ഓഫ് z കോൺജുഗേറ്റ്. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈസിയാണ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ -4, എന്നാണ് കേട്ടോ. -4, അടുത്ത 12ാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ x <= 2. അത് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം ഡയറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. nc7 = nc5. then n = a + b. 7 + 5 12 എന്ന് കിട്ടും. And a sub question, 4 cards drawn from a pack of 52 cards. Find number of ways of choosing 3 red and 1 black cards.
മൊത്തം 26 റെഡ് കാർഡ് ഉണ്ട്, അതിൽ നിന്ന് 3 എടുക്കുക, 26C3 ആൻഡ് ഇൻറ്റു ഒരു ബ്ലാക്ക് കാർഡ് ഫ്രം 26, അപ്പൊ 26C1. അടുത്ത് പറയുന്നത് എക്സാക്ട്ലി 3 എയ്സ് കാർഡ്സ്. എയ്സ് കാർഡ് മൊത്തം 4 ഉണ്ട്, അതിൽ നിന്ന് 3 എടുക്കുക ആൻഡ് ഇനി എയ്സ് കാർഡ് വേണ്ട, മൊത്തം 52 നിന്ന് 4 എയ്സ് കാർഡ് കളഞ്ഞാൽ 48, അതിൽ നിന്ന് ഒരു കാർഡ് കൂടെ എടുക്കണം, കാരണം മൊത്തം 4 കാർഡ് എടുക്കണ്ടേ. 48C1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആയി. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പണ്ട് 6 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ അത് 4 മാർക്കിന് ചുരുക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15, കൺസിഡർ ദ ലൈൻ. ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാൻ നിങ്ങൾക്കറിയാം, -a/b ആൻസർ 1/3. സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ, ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, -3. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് പെർപെൻഡിക്കുലർ ടു എബോവ് ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ 1,2. ഇതാണ് സ്ലോപ്പ്, ഇതാണ് പോയിന്റ്. ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് ഇത് കിട്ടും അല്ലെ. അടുത്ത ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഗിവൺ ലൈൻ ആൻഡ് ഒബ്റ്റൈൻഡ് ലൈൻ ഇൻ പാർട്ട് 2. അതായത് ഈ തന്നിട്ടുള്ള ലൈനും നമ്മൾ ഇവിടെ സോൾവ് ചെയ്ത് കിട്ടിയ ഈ ലൈനും അല്ലെ, 3x + y - y = 0, ഇവ തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അവ തമ്മിൽ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. രണ്ടിന്റെ കോഎഫിഷ്യന്റ് എക്സിന്റെ സെയിം ആക്കി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x = 11/10, y = 17/10 എന്ന് കിട്ടും. അടുത്തതും വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ എളുപ്പമാണ്. ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. ഫൈൻഡ് ഫോക്കസ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ പരാബോള. y² = 4ax. കമ്പയർ ചെയ്യുമ്പോൾ 4a 8a എന്ന് പറയുന്നത് 2. അപ്പോൾ ഫോക്കസ് a, 0, 2, 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a. ആൻസർ എന്ത് കിട്ടും, 8. നെക്സ്റ്റ് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദിസ് സർക്കിൾ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ സെന്റേർഡ് അറ്റ് ഒറിജിൻ. സെന്റർ ഒറിജിൻ ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ x² + y² = r² എന്നറിയാം. ഇനി റേഡിയസ് കാണാൻ ഇവിടെ നോക്കിയൊക്കെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കുക അല്ലെ. അപ്പൊ ഇത് മുതൽ ഇതുവരെയുള്ള a, 0, അപ്പൊ 2 ആണെന്നറിയാം. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് മൊത്തം 8 ആണ്, അപ്പൊ അതിന്റെ ഹാഫ് 4, ഇത് 4, ഇത് 2. ഈ ഹൈപ്പോട്ടിനസ് കണ്ടാ പോരെ. അപ്പൊ √20 എന്ന് കിട്ടും, വിച്ച് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സോ ഇക്വേഷൻ x² + y² = 20 എന്ന് കിട്ടും, √20 എസ്എ ക്വസ്റ്റ്യൻ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് ഈസ് 128. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ n = 13. അടുത്തതും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ r = കോമൺ റേഷ്യോ 2 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16/7 എന്ന് കിട്ടും. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്, ആദ്യത്തെ 3 ടേം 16 ആണ്. അപ്പൊ ഫോർത്ത് ടേം ar³ അഥവാ 16 + ar³. അപ്പൊ 16 + a നമ്മൾ കണ്ടെത്തി, r കണ്ടെത്തി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അത് വലിയ പ്രശ്നമുള്ളതല്ല, ചെയ്യാൻ പറ്റും. അടുത്തതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് cos x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യുക. അടുത്ത ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്ത് ഡിഫറൻസിയേഷൻ ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈസി ആയിട്ട് 6 മാർക്കും സ്കോർ ചെയ്യാം. ട്രിഗണോമെട്രിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് വാല്യൂ ഓഫ് tan 1 × tan 2 × tan 3 എക്സെട്ര tan 88 × tan 89. ആൻസർ എന്താണ്, 1. എങ്ങനെ കിട്ടി എന്ന് പറയാം. tan 1 × tan 2 × tan 44 × tan 45. അടുത്ത tan 46നെ നമ്മൾ എങ്ങനെ എഴുതും, tan 90 - 44. 90 - 44 46 അല്ലേ. അതിലെ 47നെ tan 90 - 43 എക്സെട്ര tan 89നെ 90 - 1 എന്ന് എഴുതാം. ഇത് ആദ്യത്തത് tan 45 വരെ അതുപോലെ എഴുതി. tan 90 - θ cot θ ആണ്. അപ്പൊ ഇത് cot 44, ഇത് cot 43, ഇത് cot 1 എന്ന് വരും. ചുരുക്കി പറഞ്ഞാൽ tan 1 ഇത് cot എന്താണ്, tan 44 cot 44 cot 44 1/tan 44 അല്ലേ, ക്യാൻസൽ ചെയ്തു പോകും. cot 43 1/tan 43 ക്യാൻസൽ ചെയ്തു പോകും. ഇങ്ങനെ എല്ലാം ക്യാൻസൽ ചെയ്തു പോയാൽ പിന്നെ tan 45 മാത്രം വരും. tan 45ന്റെ ആൻസർ എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇത് 3 എന്ന് കിട്ടും, ഇത് 2 എന്ന് കിട്ടും, 1. ആൻസർ 6. അടുത്തതും ടെക്സ്റ്റിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എസ്എ പാർട്ടൊക്കെ വളരെ ഈസിയാണ്. ആ 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ടഫ്. അടുത്തതും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ, ഒരു കുറ്റവും പറയാനില്ല. എസ്എ പാർട്ട് എല്ലാം ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ. മീൻ എന്ന് പറയുന്നത് 62 കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസ് 201 201 കിട്ടും. റൂട്ട് 201 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് 14.18 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആണ് എസ്എ ക്വസ്റ്റ്യൻ. എന്നാൽ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ചെറിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. തീർച്ചയായും മികച്ച തയ്യാറെടുപ്പോടുകൂടി പബ്ലിക് എക്സാമിനേഷന് പോകണം എന്ന സൂചനയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്നത്. നെക്സ്റ്റ് ഡേ ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.